ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? സുഖമല്ലേ? ആ, കഴിഞ്ഞ ആഴ്ചത്തെ കാറ്റീസം പഠിച്ചോ? ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ? ആ, നല്ല മക്കളാണ് കേട്ടോ. ആക്ടിവിറ്റി ചെയ്തോ? ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ? എത്രയെണ്ണം വെച്ച് ചെയ്തു? എത്രയെണ്ണം വെച്ച് ചെയ്തു മരിയ? ആ, 2 എണ്ണോ? ആൽബിനോ? 3 എണ്ണം. എന്താ ഈ 2, 3 ഇത്ര വെച്ചിട്ടുള്ളൂ? കൂടുതൽ ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഇന്ന് പഠിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, വിശ്വാസപരിശീലനം നേടുന്ന ഞങ്ങളെ അമ്മ തന്നെ പഠിപ്പിക്കണമേ. ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. മക്കളെ, നമ്മൾ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ക്ഷമ എന്താണെന്ന് കണ്ടു, ക്ഷമിക്കേണ്ടതിന് ആവശ്യകത എന്താണെന്ന് കണ്ടു, പരിധികളില്ലാത്ത ക്ഷമയെക്കുറിച്ചും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ ക്ഷമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുമെന്നും കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ഷമയുടെ മാതൃകകളെ കുറിച്ചിട്ടാണ്. ക്ഷമയുടെ മാതൃകകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ കുരിശുമരണം വരെ പലപ്പോഴായിട്ട് നമുക്ക് ക്ഷമയുടെ മാതൃകകൾ കാണിച്ചു തന്നു ഇല്ലേ? ഓരോ മാതൃകകളും ടീച്ചർ പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ആ മാതൃകകളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി ടീച്ചർ പറഞ്ഞു തരാം. മക്കൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആദ്യമായിട്ട് ഈശോ ക്ഷമിച്ചത് നമ്മുടെ ഫരിസേയരോടും നിയമജ്ഞരോടാണ്. എങ്ങനെയാണ് അവരോട് ക്ഷമിച്ചത്? അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈശോയെ നിരന്തരം കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് ആര്? നിയമജ്ഞരും ഫരിസേയരും. നമ്മളെയും ഇതുപോലെ എപ്പോഴും കുറ്റം പറയും, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്നൊക്കെ പറയും ഇല്ലേ? നമ്മുടെ മാതാപിതാക്കൾ. പിന്നെ നമ്മളെപ്പോഴും ഓരോ കുറുമ്പൊക്കെ കാട്ടിച്ച് നമ്മളെ കൊണ്ട് തല്ല് പേടിപ്പിക്കുന്ന ചേട്ടന്മാർ, ചേച്ചിമാർ, അനിയന്മാർ, അനിയത്തിമാർ ഇല്ലേ? അങ്ങനത്തെ ആളുകളോട് നമ്മൾ നിരന്തരമായിട്ട് ക്ഷമിക്കണമെന്നും വളരെ സഹിഷ്ണുതയോടെ പെരുമാറണമെന്നാണ് നിയമജ്ഞരോടും ഫരിസേയരോടും എപ്പോഴും ക്ഷമിച്ചുകൊണ്ട് ഈശോ കാണിച്ചു തന്നത്. മനസ്സിലായോ? പിന്നെ ഈശോ ക്ഷമിച്ചതാണ് പത്രോസ്ലീഹായോട്. എപ്പോഴാണ് പത്രോസ്ലീഹയോട് ക്ഷമിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞു. എത്ര പ്രാവശ്യം മക്കളെ പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞത്? എഡ്വിൻ പറഞ്ഞേ, 3 പ്രാവശ്യം. ഈശോയെ പത്രോസ്ലീഹ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും ഈശോ പത്രോസ്ലീഹയുടെ കൂടെ നിർത്തി, പത്രോസ്ലീഹയെ സഭയുടെ തലവനാക്കി. നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മളെ എവിടെ നിർത്തണം? നമ്മൾ ഒരു അപ്പുറത്തല്ല നിർത്തേണ്ടത്, മറിച്ച് നമ്മുടെ ഒപ്പം നിർത്തണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതാണ് ഈശോ കാണിച്ചു തരുന്നത്. പിന്നെ ഈശോ ക്ഷമിക്കുന്നത് ആരോടാ? യൂദാസിനോട്. യൂദാസിനെ ഈശോ എന്താ വിളിക്കുന്നത്? ഈശോയെ ഒറ്റ കൊടുക്കാനായിട്ട് വരുന്ന യൂദാസിനെ ഈശോ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. സ്നേഹിത എന്ന് വിളിച്ചിട്ട് ചേർത്ത് നിർത്തുക. ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ജോൺ പോൾ 2 മാർപ്പാപ്പയെ കുറിച്ച്? ജോൺ പോൾ 2 മാർപ്പാപ്പയും ചേർത്ത് നിർത്തി കാണിച്ചു തന്നില്ലേ? നമുക്കും നമ്മുടെ കാലഘട്ടത്തിലും ഇത് സാധ്യമാണെന്നാണ് മക്കളെ ഈ വിശുദ്ധരുടെ ജീവിതങ്ങൾ കാണിച്ചു തരുന്നത്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും, നമുക്ക് മറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മാക്കണമേ. അതിന് വരികളൊന്ന് നോക്കി. ക്ഷമിക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ, മറക്കാൻ പറ്റാത്ത ദുഃഖങ്ങളെ എല്ലാവർക്കും ഉണ്ടെന്നേ. എന്ത് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞേ? നമ്മൾ ഈശോയോട് പറയണം, ഈശോ ഇത് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഈശോ ഇത് മറക്കാൻ പറ്റുന്നില്ല, ഇത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, തോറ്റു കൊടുക്കാൻ പറ്റുന്നില്ല. ഈശോയോട് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ലേ ക്ഷമ? പരിശുദ്ധാത്മാവിനെ വിളിക്കേ, പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കേ. കുമ്പസാരം എന്ന കൂദാശ അടിക്കടി സ്വീകരിക്കേ. നമ്മുടെ ഉള്ളിലേക്കും ആ ക്ഷമ എന്ന പുണ്യം കടന്നു വരും മക്കളെ. നമ്മൾ ആഗ്രഹിച്ച ഈശോ തരും ആ ക്ഷമ എന്ന പുണ്യം.
ഈ ക്ഷമ എന്ന പുണ്യത്തിനെ, ഈ ക്ഷമ എന്ന കൃപയെ നമ്മുടെ ജീവിതത്തിലുടനീളം ആവശ്യമാണ്. നമ്മളെല്ലാവരും കുർബാന കാണുന്നവരല്ലേ, ബലിയർപ്പിക്കാറില്ലേ? നമ്മൾ എങ്ങനെയാണ് കുർബാനയ്ക്ക് പോകുന്നത്? എങ്ങനെയാണ് കുർബാനയ്ക്ക് പോകുന്നത്? നല്ല ടിപ്പ് ടോപ്പായിട്ട് പോകും അല്ലേ? നേരത്തിന് എത്താറുണ്ടോ? ഇന്ന് നിങ്ങൾ എത്ര പേര് കുർബാന കണ്ടു? കുർബാന കണ്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. കുറേ പേര് കൈവെക്കണുണ്ടല്ലോ. നല്ല കുട്ടികൾ കേട്ടോ. പക്ഷെ ടീച്ചർ ചോദിക്കട്ടെ, കടമുള്ള കുർബാനയാണിന്ന് അല്ലേ? ഞായറാഴ്ച കുർബാന മുഴുവൻ കുർബാന കാണണ്ടേ? ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം. ഇന്ന് മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തോ? പങ്കെടുത്തെങ്ങേ ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ പാട്ട് ഏതാ? മിടുക്കത്തിയാണല്ലോ. ആൻമരിയ പറഞ്ഞു അന്നാ പെസഹ തിരുനാളിൽ. ഒന്ന് പാടിയ പാട്ട്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അനുരഞ്ജിതരായി തീർന്നിടാം അല്ലേ? എങ്ങനെയാ വേണ്ടേ? അനുരഞ്ജിതരായി തീർന്നിടാം. എന്നിട്ട് വേണം എന്ത്? പുതിയ ബലിയർപ്പിക്കാൻ. നമ്മൾ ഓരോ ബലിയർപ്പിക്കുമ്പോഴും എങ്ങനെ വേണ്ടേ? നമ്മുടെ സഹോദരങ്ങളുമായിട്ട് രമ്യതലായതിനു ശേഷം വേണം നമ്മൾ ബലിയർപ്പിക്കാൻ. ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യം. ടീച്ചറുടെ മക്കൾ ബൈബിൾ എടുത്തേ, ഒപ്പം വായിച്ചേ. 23-ാമത്തെ വാക്യം കേട്ടോ. 5-ാം അധ്യായത്തിൽ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. എങ്ങനെയാണ്? നിന്റെ സഹോദരന് നിന്നോട്, നിനക്ക് നിന്റെ സഹോദരനോടല്ല കേട്ടോ. അപ്പം എന്താ അതിനർത്ഥം? നമ്മളെ വേദനിപ്പിച്ചവരോടല്ല നമ്മൾ ക്ഷമിക്കണ്ടേ. അല്ലാന്നല്ല, നമ്മളെ വേദനിപ്പിച്ചവരോട് മാത്രം ക്ഷമിച്ചാൽ നമ്മുടെ ഭാഗം കഴിഞ്ഞില്ല. ദൈവത്തിന് ബലി സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വേദനിപ്പിച്ചവരോട് കൂടെ നമ്മൾ ക്ഷമ ചോദിക്കണം. അപ്പോഴേ അവിടെ ആ ഒരു രമ്യതയും അനുരഞ്ജനവും പൂർണ്ണമായിട്ടും നടക്കുകയുള്ളൂ. കായേൻ്റെ ബലി ദൈവം സ്വീകരിച്ചോ? കായേൻ്റെ ബലി സ്വീകരിച്ചോ? ഇല്ല. ബലി മോശമായിട്ടാ? അല്ല, മനോഭാവം ശരിയല്ലായിരുന്നു. കായേൻ്റെ മനോഭാവം ശരിയല്ലായിരുന്നു. നമ്മുടെ ബലികളും പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കാത്തത് പലപ്പോഴും ഈ മനോഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. പറയില്ല, എത്ര പ്രാവശ്യമായി പ്രാർത്ഥിക്കുന്നു, എത്ര നന്നായി പഠിച്ചു, എന്തോരം പ്രാർത്ഥിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയത്, വിചാരിച്ച മാർക്ക് കിട്ടിയില്ല അല്ലേ? അസുഖം മാറണില്ല, ബുദ്ധിമുട്ടില്ലേ, വിഷമല്ലേ? എന്താ കാര്യം? ഈ ക്ഷമയും അനുരഞ്ജനവും ശരിക്കും നടന്നിട്ടില്ല. നമുക്ക് ദിവ്യബലിയിൽ ഇപ്പം പറഞ്ഞില്ലേ, നിങ്ങളുടെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വരിക. ഞായറാഴ്ച മുഴുവൻ കുർബാന കിട്ടുമോ? ഇല്ല. നമുക്കിത് സാധ്യമല്ലെന്ന് നമ്മുടെ ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശോ ഏൽപ്പിച്ച സഭ നമുക്കതിന് പ്രതിവിധി തരുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഈ ദിവ്യബലി മധ്യേ തന്നെ നമുക്ക് പല പ്രാവശ്യം അനുരഞ്ജനപ്പെടാനുള്ള അവസരം തരുന്നുണ്ട്. അതിൽ ആദ്യത്തെ അവസരമാണ് ഈ അന്നാ പെസഹായിൽ കണ്ടത്. ഇനിയുണ്ട് അവസരം. നിങ്ങളെല്ലാവരും സമാധാനം കൊടുക്കാറില്ലേ? എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ മധ്യേ സമാധാനം കൊടുക്കുക? എറിഞ്ഞു കൊടുക്കുക അല്ലേ? അങ്ങനെയാണോ കൊടുക്കാറ്? അല്ലാന്നാ. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സമാധാനം കൊടുക്കുന്നത് ടീച്ചർ കണ്ടിട്ടുണ്ട്. മക്കളെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സമാധാനം കൊടുക്കുന്നത്? നമ്മുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയോട് നമുക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കണ്ടേ? സന്തോഷത്തോടു കൂടെ ചിരിച്ച് സമാധാനം. എങ്ങനെ കൊടുക്കണ്ടേ? സന്തോഷത്തോടു കൂടെ ചിരിച്ചിട്ട് വേണം എന്ത് പറയാൻ? സമാധാനം. വീട്ടിൽ സ്തുതി കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് കൊടുക്കാറ്? തല്ല് കൂടുന്ന ദിവസം ചേട്ടനോ അനിയത്തിക്കോ ഒന്നും കൊടുക്കാറില്ല, ഇല്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും ഈ ഈശോയുടെ സ്നേഹവും സമാധാനവും മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അതിനായിട്ടാണ് നമുക്ക് ഈ അവസരങ്ങൾ തരുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും അത് ആവശ്യമാണെന്ന് കാണിക്കാനുമാണ് ഇത്രയധികം പ്രാവശ്യം ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ദിവ്യബലിയിലും പ്രാർത്ഥനകളിലും പറയുന്നത്. ഇനിയുമുണ്ട്.
നമ്മുടെ കുർബാനയിലെ അനുരഞ്ജന ശുശ്രൂഷ, നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗമില്ലേ, ആ അനുരഞ്ജന ശുശ്രൂഷയിലെ കാറസൂസയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രാർത്ഥന? ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. എന്താണ് പറയുന്നത്? ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസാക്ഷിയെ നമ്മൾ നിർമ്മലമാക്കിയിട്ട് വേണം നമ്മൾ ബലിയർപ്പിക്കാൻ, നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ. അപ്പോഴാണ് ഈശോയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ കൂടുതൽ ഇഷ്ടം. മക്കൾ ശ്രദ്ധിക്കില്ലേ? ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് ക്ഷമിച്ച് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് നല്ല മക്കളാവണം. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. എന്താ പറഞ്ഞേങ്ങനെ? മറ്റുള്ളവരോട് പരിഭവം ഉണ്ടാവും, നമ്മൾ മനുഷ്യരല്ലേ, ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? അത് ക്ഷമിക്കണം. എന്നിട്ടോ സഹിഷ്ണുതയോടെ വർത്തിക്കണം. അതാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. നിയമജ്ഞരോടും ഫരിസേയരോടും പത്രോസ്ലീഹായോടും യൂദാസിനോടും ഒക്കെ സഹിഷ്ണുതയോടെ പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ നമ്മൾ ക്ഷമിച്ച് കാണിക്കണം. അപ്പോൾ എന്തുണ്ടാവും? കർത്താവ് നിങ്ങളോടും ക്ഷമിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കണ്ടേ? നമ്മളോട് കർത്താവ് ഈശോമിശിഹാ ക്ഷമിച്ചതുപോലെ, നിരുപാധികം ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് പരസ്പരം നിരുപാധികം ക്ഷമിക്കണം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മക്കളെല്ലാവരും ഈശോയുടെ ക്ഷമ എന്ന പുണ്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കില്ലേ? നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. കുമ്പസാരം എന്ന കൂദാശയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ ഈ കൃപയ്ക്ക് വേണ്ടി നിരന്തരമായിട്ട് ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ ഇന്നെന്താ കണ്ടത്? ക്ഷമയുടെ മാതൃകകൾ കണ്ടു. ക്ഷമയുടെ ആവശ്യകതയും ക്ഷമയും ദിവ്യബലിയും തമ്മിലുള്ള ബന്ധവും നമ്മൾ കണ്ടു. നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയെ കുറിച്ച് പറയാം ടീച്ചർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, നമ്മളൊരു അനുഭവക്കുറിപ്പ് എഴുതാം. എന്താണ് എഴുതേണ്ടത്? ഒരു അനുഭവക്കുറിപ്പ്. അതിനകത്ത് എഴുതേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? എഴുതേണ്ടത് നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ചേട്ടനോടും ചേച്ചിയോടൊക്കെ തല്ലുകൂടിയിട്ടില്ലേ? അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ടില്ലേ? ആ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? നമ്മൾ എന്താ ചെയ്തത്? എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത്? അതെഴുതാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അവരോട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കില്ലേ, ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മറികടന്നത്? നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റിയത്? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ ആ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഫീൽ ചെയ്തത്? കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞില്ലേ നമ്മുടെ വിശുദ്ധരെക്കുറിച്ച്, വിശുദ്ധരുടെ മുഖത്തിൻ്റെ ആ തിളക്കത്തെക്കുറിച്ചൊക്കെ. അതുപോലൊരു ഫീലിംഗ് നമുക്കും വന്നോ? അതൊക്കെ ഒന്ന് എഴുതി ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചറുടെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അതൊന്ന് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? നല്ല മക്കളായി ഈശോയുടെ ക്ഷമയും സ്നേഹവുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാവണം. എങ്ങനെ വേണം? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാവണം. ആവില്ലേ? നല്ല കുട്ടികളാണ് കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളോട് എപ്പോഴും കരുണ കാണിക്കുന്നവനെ, ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട് കരുണയും സ്നേഹവും ആർദ്രതയും എല്ലാം കാണിച്ച് ഈശോയെ പ്രഘോഷിക്കുന്ന ഈശോയുടെ നല്ല മക്കളാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.